എല്ലാവരും തിരയുകയാണ് എന്താണ് സ്റ്റാർലിങ്ക് എന്നത്. നമുക്ക് പരിശോധിച്ച് വരാം. മിന്നൽ വേഗ ഇൻ്റർനെറ്റാണ് സ്വാഭാവികമായിട്ടും ഈ സ്റ്റാർലിങ്ക് വഴി കിട്ടുക എന്നത് നമുക്കറിയാം. വളരെ വേഗത്തിലായിരിക്കും. ഉപഗ്രഹാധിഷ്ഠിത അതിവേഗ ഇൻ്റർനെറ്റ് സേവനമാണ്. 2015 ഈ സ്റ്റാർലിങ്കിൻ്റെ തുടക്കം എന്ന് നമ്മൾ അറിയുന്നു. ശതകോടീശ്വരൻ എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ ഭാഗമാണ് സ്റ്റാർലിങ്ക് എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പരമ്പരാഗത ഓപ്റ്റിക്കൽ ഫൈബർ സേവനങ്ങൾക്കുള്ള ആധുനിക ബദലാണ് ഇത്. ആഗോള ഇൻ്റർനെറ്റ് കവറേജ് ലക്ഷ്യമിട്ടുള്ള ബൃഹത് പദ്ധതിയാണ് എന്ന് നമ്മൾ കാണണം. ഈ ഉപഗ്രഹാധിഷ്ഠിത ഇൻ്റർനെറ്റ് പദ്ധതി ഭൂമിയുടെ ലോ ഓർബിറ്റിലുള്ള ഉപഗ്രഹങ്ങൾ വഴിയാകും ഇൻ്റർനെറ്റ് സേവനം എന്ന് അറിയാം. സ്റ്റാർലിങ്കിന് സ്വന്തമായുള്ളത് 6900 ചെറു ഉപഗ്രഹങ്ങളാണ്. 70-ലേറെ രാജ്യങ്ങളിൽ സേവനമുണ്ട് എന്നും നമ്മൾ അറിയുന്നുണ്ട്. സിഗ്നൽ പിടിച്ചെടുക്കാൻ ആൻറ്റിനയ്ക്ക് സമാനമായ ഉപകരണമാകും ഉണ്ടാവുക ഉപഗ്രഹത്തിൽ നിന്ന്. പ്രവർത്തനം സാറ്റലൈറ്റ്, ഗ്രൗണ്ട് സ്റ്റേഷൻ നെറ്റ്വർക്ക്, ഉപയോക്താവിൻ്റെ ടെർമിനൽ, ഈ രീതിയിലായിരിക്കും അത് ലഭ്യമാവുക. അതിവേഗ ഇൻ്റർനെറ്റ് സേവനം പ്രത്യേകത, ലോകത്തിൻ്റെ ഏത് കോണിലും സിഗ്നൽ ഉപഗ്രഹാധിഷ്ഠിതമായതുകൊണ്ട് ലോ എർത്ത് ഓർബിറ്റിൽ 650 കിലോമീറ്റർ താഴെ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളുണ്ട്. എതിരാളികളുടെ സാറ്റലൈറ്റുകളെല്ലാം 35,000 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് എന്നതാണ് സ്റ്റാർലിങ്കിനെ പ്രത്യേകതയുള്ളതാക്കി മാറ്റുന്നത്. മറ്റുള്ളവർക്ക് ഡാറ്റ കൈമാറ്റത്തിന് വേണ്ടത് സ്റ്റാർലിങ്കിനേക്കാൾ 10 ഇരട്ടി സമയമാണ് എന്നതാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ അറിയുന്നത്. എങ്ങനെയായിരിക്കും നിരക്ക് എന്നൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. അതിവേഗ സാറ്റലൈറ്റ് സേവനമായതിനാൽ നിരക്ക് കൂടുതലാണ് എന്ന് ഇതിനകം തന്നെ നമുക്കറിയാം. പ്രതിമാസ ഡാറ്റ പ്ലാനിന് 3000 രൂപ വരെ ആയേക്കും. ഡിഷ് അടക്കമുള്ള കിറ്റിന് 33,000 രൂപ ആകും എന്നാണ് അറിയുന്നത്. ഇന്ത്യ 95.4 കോടി ഇൻ്റർനെറ്റ് വരിക്കാരുള്ള വലിയ വിപണിയാണ്. നേരത്തെ മുതൽ തന്നെ മസ്കിൻ്റെ ലക്ഷ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. ലേലമില്ലാതെ അനുമതി നൽകണമെന്ന് 2022 മുതൽ മസ്കിൻ്റെ ആവശ്യമാണ്. അതിനാണ് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നത്. 20 വർഷത്തേക്ക് ലൈസൻസ് നൽകണം എന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അനുമതി നൽകുന്നതിൽ വഴിത്തിരിവായത് US-ലെ മസ്ക് മോദി കൂടിക്കാഴ്ചയാണ് എന്ന് നമ്മൾ അത് ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം. സ്റ്റാർലിങ്കിനെ ആദ്യം എതിർത്തത് ജിയോയും ഭാരതി എയർടെല്ലുമാണ്. അവർ രണ്ടുപേരും ആദ്യം എതിർത്തിരുന്നു. ലേലമില്ലാതെ അനുമതി നൽകരുത് എന്ന് നിലപാട് ഈ രണ്ട് വലിയ കമ്പനികളും എടുത്തു. മസ്ക് മോദി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വഴങ്ങി. കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദമാണ് ഇവർക്ക് മേലുമെന്നാണ് സൂചന ലഭിക്കുന്നത്. ആദ്യം സ്റ്റാർലിങ്കുമായി കരാറിന് ധാരണയായത് എയർടെല്ലാണ്. പിന്നാലെ ജിയോയും അവരോട് ധാരണയായിട്ടുണ്ട്. മാർക്കറ്റിംഗ്, വിന്യാസം, നെറ്റ്വർക്ക് മെച്ചപ്പെടുത്തലുകളിൽ ഈ കമ്പനികൾ സഹകരിക്കും എന്നതാണ് അറിയുന്നത്. ജിയോ, എയർടെൽ വഴിയുള്ള സേവന നിരക്ക് നേരിട്ടുള്ള സേവനത്തെക്കാൾ കുറവാകും എന്നതാണ് അതിലെ ഒരു സവിശേഷതയായിട്ട് നമ്മൾ കാണേണ്ടത്. രാജ്യസുരക്ഷയ്ക്ക് അപകടമാണോ എന്ന ചർച്ചയും നടക്കുന്നുണ്ട്. ആശയവിനിമയ രംഗത്ത് വിദേശ കമ്പനിയുടെ സ്വാധീനം ഭീഷണിയാണ് എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉപയോക്താക്കളുടെ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിയുടെ കയ്യിലെത്തും. സുപ്രധാന ഓർബിറ്റൽ സ്ലോട്ടുകൾ നൽകുന്നത് രാജ്യ താൽപ്പര്യത്തിനെതിരാണ് എന്നടക്കമുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ലോ എർത്ത് ഓർബിറ്റിലെ സ്വകാര്യ ഏജൻസി ഉപഗ്രഹം സുരക്ഷാ ഭീഷണിയാണ് എന്ന് ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സൈനിക, പ്രതിരോധ, രഹസ്യ വിവരങ്ങളിലേക്ക് കടന്നുകയറ്റ സാധ്യതയുണ്ട് എന്ന് പലരും പറയുന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തന്ത്രപ്രധാന വിവരങ്ങൾ ചോരാൻ സാധ്യതയുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. സ്പെക്ട്രം അനുവദിക്കുന്നതിലെ സുതാര്യത ഇല്ലാതാകും എന്ന കാര്യങ്ങൾ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. US-ൻ്റെ അധികാര പരിധിയിലായതിനാൽ ഇന്ത്യയുടെ നിയന്ത്രണം പരിമിതമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ആദ്യം എതിർപ്പറിയിച്ചത് CPIM-ഉം തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ള പാർട്ടികളാണ്. ആദ്യം മുതൽ തന്നെ ലേലം വേണ്ട എന്ന നിലപാടിലാണ് കേന്ദ്രം സ്വീകരിച്ചിരുന്നത്. ദീർഘകാലത്തേക്ക് ലൈസൻസ് അനുവദിക്കില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 5 വർഷത്തേക്കാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടം പരിശോധിച്ച ശേഷം മാത്രമേ ദീർഘകാല പ്രതിബദ്ധതയിലേക്ക് പോകൂ എന്ന് പറയുന്നു. പ്രാദേശിക നിയന്ത്രണം ഉറപ്പാക്കി മാത്രം അനുമതിയെന്ന് കേന്ദ്രം പറയുന്നു. അടിയന്തര ഘട്ടത്തിൽ നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കുമെന്ന വ്യവസ്ഥ ഉറപ്പാക്കും എന്നതാണ് കേന്ദ്രത്തിൻ്റെ ഒരു നിലപാട്. ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ വ്യവസ്ഥ പാലിക്കുമെന്ന് ഉറപ്പാക്കും. 2025 മാർച്ച് 13 സ്റ്റാർലിങ്കിനെ സ്വാഗതം ചെയ്തു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ എക്സ് പോസ്റ്റ്. മാർച്ച് 13 ലൈസൻസിനെ കുറിച്ച് പ്രതിപക്ഷ ചോദ്യം ഉയർന്നതോടെ പോസ്റ്റ് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു. യുക്രൈൻ ഒരു പാഠമാണെന്ന് പറയുന്നു ചിലർ. യുദ്ധസമയത്ത് യുക്രൈന് മസ്ക് 22,000 സ്റ്റാർലിങ്ക് ടെർമിനലുകൾ അയച്ചു നൽകി എന്ന് വാർത്തയിലുണ്ട്. പിന്നീട് ട്രംപിന് വേണ്ടി യുക്രൈനെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു എന്ന് കേൾക്കുന്നു. സ്റ്റാർലിങ്ക് സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുമെന്ന് ഉക്രൈന് മേൽ ഭീഷണി ഉയർത്തുകയായിരുന്നു. US നിർദ്ദേശിച്ച കരാറിൽ ഒപ്പുവെക്കാൻ സെലൻസ്കിയെ നിർബന്ധിച്ചത് ഈ ഒരു സമ്മർദ്ദതന്ത്രം കൂടെ ഉപയോഗിച്ചായിരുന്നു. യുക്രൈൻ്റെ രഹസ്യങ്ങൾ റഷ്യക്ക് കൈമാറുമെന്ന് പോലും മസ്ക് ഭീഷണി ഉയർത്തിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കണ്ടത്. യുദ്ധോപകരണങ്ങളടക്കം പ്രവർത്തിക്കാതാകുമെന്നും മസ്കിൻ്റെ ബ്ലാക്ക് മെയിലിംഗ് യുക്രൈന് മേൽ അങ്ങനെ ഉണ്ടായിരുന്നു.